കിളവന് ബോധമല്ല, ചത്തന്നാ തോന്നുന്നത്. പെട്ടെന്ന് വണ്ടി എടുത്തൊന്ന് മാറില്ല അങ്ങോട്ട്. എന്തിനാ? പെട്ടെന്ന് ആള് വരുന്നതിന് മുമ്പ് വണ്ടി എടുത്ത് മാറ്റണം. താൻ അമ്പലത്തിന് മുമ്പ് വെയിറ്റ് ചെയ്താൽ ഞാൻ അങ്ങോട്ട് വരാം. പോ, പെട്ടെന്ന് പോ. ഇതിന്റെ സൈക്കിൾ സ്റ്റാർട്ട് എവിടെ? പോലീസാ? ഇങ്ങോട്ട് പറയലടാ. എന്താടാ നിന്റെ പേര്? കിരൺ. എന്താടാ മുഴുവൻ പേര്? കിരൺ പി എസ്. കിരൺ പി എസ്. സാർ, ഇതെല്ലാം വെറും ഫോട്ടോ കോപ്പിയാണ് സാർ. അത് നിന്റെ വണ്ടിയാണോടാ? അല്ല സാർ, പിന്നെ എൻ്റെ ഫ്രണ്ടിന്റെ. എന്താടാ അവന്റെ പേര്? നിത്യ നമ്പൂതിരി. നിത്യ നമ്പൂതിരി അല്ലടാ? അതെ സാർ. അപ്പൊ ആരാടാ ഈ ദിയ? അതവളുടെ അമ്മയോ ചേച്ചിയോ വല്ലതും ആയിരിക്കും. ആയിരിക്കും. നിത്യ നമ്പൂതിരിയുടെ ചേച്ചി ആയിരിക്കും ദിയ സാമുവൽ അല്ലടാ? എവിടെ നിന്നാടാ വണ്ടി മോഷ്ടിച്ചേ? എവിടെന്നോ വണ്ടിയും മോട്ടിച്ചോണ്ട് വന്ന വെപ്രാളത്തിനിടയിൽ ഇവൻ ആ സൈക്കിളുകാരനെ ഇടിച്ചിട്ടു അല്ലേടാ? അല്ല സാർ, ഞാൻ കള്ളനല്ല. സത്യം പറയടാ. ഇതിനു മുമ്പ് നീ എത്ര വണ്ടികൾ നാട് കടത്തിയിട്ടുണ്ട്? ഞാനൊന്നും കടത്തിയിട്ടില്ല സാർ. സാറേ, 2 എണ്ണം കൊടുത്താൽ ഇവൻ തത്ത പറയും പോലെ സത്യം പറയും. ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്, നീ ഇതെവിടെ നടാ പൊക്കിയത്? സത്യമായിട്ട് ഞാൻ മോട്ടിച്ചിട്ടില്ല. ഞാൻ ഇതൊരു വണ്ടിയും മോട്ടിച്ചിട്ടില്ല സാർ. ഞാൻ കള്ളനല്ല. താനൊരു കാര്യം ചെയ്യും, അവന്റെ വീട്ടിൽ വിവരം അറിയിക്കും. പിന്നെ ഈ RC ബുക്കിലെ അഡ്രസ് നോക്കി ആ ഓണറെ കൂടെ വിവരം അറിയിക്കും. അവരും കൂടെ വന്നിട്ടാവാം ഇനി ചോദ്യം ചെയ്യല്. ഓക്കെ സാർ. ഇങ്ങോട്ട് പറയണ്ട. ഇവനെ നിങ്ങൾക്ക് അറിയാമോ? കിരണാണ് സാർ. അതെ അതെ, ഇത് നമ്മുടെ കിരൺ തന്നെയാ. പിന്നെ നീ എന്തിനാണ് കിടന്ന് വിറച്ചത്? എന്തോ ഒരു വലിയ കള്ളത്തരം ചെയ്തതുപോലെ. നീ എന്താടാ ദിയ സാമുവിന്റെ പേര് പറഞ്ഞപ്പോ ഒന്നും അറിഞ്ഞൂടാത്ത പോലെ നിന്നത്? അത് സാർ, കിരണിന് അറിയില്ലായിരുന്നു വണ്ടി എന്റെ ആണെന്ന്. വണ്ടി കൊടുത്തത് നിത്യക്കാ, ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്. അത് സാർ, ആദ്യമായിട്ടാ ഈ ആക്സിഡന്റും പോലീസ് സ്റ്റേഷനും ഒക്കെ. ചിലപ്പോ ഭയന്നിട്ടുണ്ടാവും സാർ. വണ്ടിയുടെ ഒറിജിനൽ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് കാണിക്ക. വർഗീസേ, പുറത്ത് നിൽക്കുന്നവരെ കൂടെ ഇങ്ങ് വിളിക്ക്. വലിയ കുഴപ്പമൊന്നുമില്ല സാർ. പിന്നെ ചാർജ് ഷീറ്റ് എഴുതിയിട്ടില്ല. ഈ കേസിന്റെ കാര്യത്തില് നമ്മൾ 2 കോൺസ്റ്റബിൾമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിയിട്ടുണ്ട്. ആ പുറത്ത് നിൽക്കുന്ന വർഗീസിന്റെ കയ്യില് അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് പോകണം. ശരി സാർ. പിന്നെ ജനറൽ ഹോസ്പിറ്റലിൽ ആ കിളവൻ കിടപ്പുണ്ട്. അവന്റെ ആൾക്കാരുമായിട്ട് സംസാരിച്ച് അതും അങ്ങ് സെറ്റിൽ ചെയ്തേക്ക് സാർ. പിന്നെ ഒരു പ്രശ്നം വരണ്ടല്ലോ. ശരി സാർ. നീ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ എഴുതി കൊടുത്തിട്ട് പോ കേട്ടാ. താങ്ക് യു സാർ. ഒന്ന് ഇറങ്ങി പോടേ. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ കിരൺ പി എസ്, ഇന്റഗ്രേറ്റഡ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്നാണ്.
അതെ സാർ, രാവിലെ വിളിക്കാൻ പറഞ്ഞിരുന്നു ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട്. ആ ഓക്കെ. ഇൻറ്റൽ i5 അല്ലേ? ഓക്കെ. 4GB റാം, 2.1 സ്പീക്കേഴ്സ് പ്ലസ് UPS. ഓക്കെ സാർ. ഉച്ചയ്ക്ക് മുമ്പല്ലേ? സാറിൻ്റെ മൊബൈൽ നമ്പറോട് തന്നാൽ 9442755012. ഓക്കെ ഓക്കെ സാർ. ഉച്ചയ്ക്ക് എത്തിക്കാം സാർ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. അയ്യോ എന്തൊരു ശേ, രാവിലെ ഒരു ഓർഡർ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. മരിച്ച പോലെ അങ്ങ് മറന്നുപോയി. ഞാൻ വിചാരിച്ചു ഇവിടെ ആരോ മരിച്ചു പോയിരുന്നു. അല്ലയാ ഏ? ഡേ, ആ ഈ കോൺഫിഗറേഷൻ ഒന്ന് ശരിയാക്കി തടാ. എടാ, എനിക്ക് രാവിലെ മെഷീൻ സെറ്റ് ചെയ്യാൻ ഡെലിവറി ആവില്ലേ? നീ വേറെ ആരെങ്കിലും നോക്കിയേ. ഡേ, നീ അങ്ങനെ പറയാതെ. എന്തുവാണ് ഇത് ഒരുമാതിരി കൊച്ചുപിള്ളേരെ പോലെ? ഡേ, നിനക്കറിയാലോ ഇവിടെ ഉള്ളവർക്കെല്ലാം മുടിഞ്ഞ മോടെ. ഇപ്പം പറഞ്ഞ അവന്മാർക്ക് എന്നെ അറിഞ്ഞൂടെ എപ്പം തരുമെന്ന്. പ്ലീസ് അളിയാ. അളിയാ, നിനക്കാവുമ്പോ എത്ര സമയം വേണം? രാവിലെ കൊടുക്കാന്ന് പറഞ്ഞതാ, അതുകൊണ്ടാ. i5 4GB റാം 2.1 സ്പീക്കേഴ്സ് ഒറിജിനൽ മദർ ബോർഡ്. ഇപ്പൊ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതിയല്ലേ? എന്താന്ന് അറിഞ്ഞൂടാ, ഇപ്പൊ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതി. വാ ശരിയാക്കാം. എല്ലായിടത്താ വാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇൻ്റഗ്രേറ്റഡ് കമ്പ്യൂട്ടേഴ്സ് എന്നാണ് സാറിൻ്റെ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് കമ്പ്യൂട്ടർ കൊണ്ടുവന്നല്ലോ. ആരാ സാർ കമ്പ്യൂട്ടർ കൊണ്ടുവന്ന്? വൺ മിസ്റ്റർ അരുൺ. സാർ, എൻ്റെ പേര് കിരൺ. എന്നോടല്ലാതെ വേറെ ആരോടെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നോ, നിങ്ങൾ പറഞ്ഞു വിട്ടാണെന്ന് പറഞ്ഞ അയാൾ വന്നത്. ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. എനിത്തിങ് റോങ്? നോ സാർ. ഇപ്പൊ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതി. ഇപ്പൊ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതി. സർവീസ് എഞ്ചിനീയർ കൂടെ ആയതുകൊണ്ടാണ് തനിക്കുള്ള ടാർഗറ്റ് ഞാൻ പകുതിയാക്കിയത്. ആ പകുതിയാക്കിയ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി താൻ ഇല്ലാത്ത ഓർഡർ ബില്ല് ചെയ്തു. വളരെ ചീപ്പായി കിരൺ. അല്ല സാർ, ഞാൻ ഇത്തരം പല അടവുകൾ കണ്ടിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ആ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അത് തൻ്റെ പേരിലേക്ക് മാറ്റി ഞാൻ ബില്ല് ചെയ്യും. യു ക്യാൻ ഗോ നൗ. ആ കിരൺ സാർ, ഇനിയും ഇത്തരം ചീറ്റിംഗ് എന്തെങ്കിലും തൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഐ വിൽ ടെർമിനേറ്റ് യു. എന്താ കാണിക്കുന്നത്? അത് നശിപ്പിക്കണം. ഇനി ഇത് എന്ത് നശിക്കാനാ? അത്യാവശ്യത്തിന് ഒരു വർക്ക് ചെയ്യാൻ സമയത്ത് ഇത് കേടാവും. പന്ന സാധനം. നീ ശരിക്കും നോക്ക്, അത് ശരിയാവും. എങ്കിൽ പിന്നെ അച്ഛൻ തന്നെ നോക്ക്. എനിക്കിത് നന്നാക്കാനൊന്നും അറിയില്ല. നീയല്ലേ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചത്? ജാംബവാന്റെ കാലത്തെ ഈ സാധനം എനിക്ക് നന്നാക്കാൻ പറ്റില്ല. സ്ഥലം മാറി ഇങ്ങോട്ട് വരുമ്പോഴും ഞാൻ പറഞ്ഞത് ഇത് കളയണോന്ന്. അപ്പൊ എല്ലാരും കൂടെ എന്നെ ചാടിക്കടിച്ചു. അതിനിപ്പോ എന്താ, ഇത് നന്നാക്കി പോരെ? മൺഡേ വർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളതാ. ഇനിയിപ്പോ എങ്ങനെ സബ്മിറ്റ് ചെയ്യും? നേരം വൈകാതെ വീട്ടിലെത്തണോന്ന് അച്ഛനല്ലേ പറഞ്ഞത്? ഇല്ലെങ്കിൽ ഓഫീസിൽ ഇരുന്ന് വർക്ക് തീർക്കായിരുന്നു. ഇനി ഇതൊന്നും പറ്റില്ല. എങ്ങനെയെങ്കിലും എന്റെ വർക്ക് തീർത്ത് കൊടുത്തേ പറ്റുള്ളൂ. ഒന്നുകിൽ ഓഫീസിലിരുന്ന് വർക്ക് തീർക്കാൻ സമ്മതിക്കണം, അല്ലെങ്കിൽ എനിക്ക് പുതിയ സിസ്റ്റം വാങ്ങി തരണം. അച്ഛാ പ്ലീസ്, നമുക്കൊരു പുതിയ സിസ്റ്റം വാങ്ങാം. അങ്ങനെയാണെങ്കിൽ പുതിയതൊന്ന് വാങ്ങിച്ചു കൊടുത്തൂടെ? ശരി. എങ്കിൽ പിന്നെ നാളെ രാവിലെ തന്നെ വിളിച്ചു പറയാം. ഉടനെ സിസ്റ്റം എത്തും. ഏത് കട വിളിച്ചു പറയും? എവിടുത്തെ നമ്പർ 1 ഷോപ്പിൽ. അത് വേണ്ട, എന്റെ ബാങ്കിൽ റിപ്പയർ ചെയ്യുന്ന ഒരു കക്ഷിയുണ്ട്, ഞാൻ അയാളെ വിളിക്കാം. ദേ, അവളല്ലേ യൂസ് ചെയ്യുന്നത്. അവക്ക് ഇഷ്ടമുള്ളിടത്തുനിന്ന് വാങ്ങിച്ചോട്ടെ, ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ പേരിലാവും വഴക്ക്. ഓക്കെ ഓക്കെ, നല്ല കട നോക്കി ഓർഡർ ചെയ്യണം. അവസാനം അതില്ല ഇതില്ല എന്ന് കംപ്ലൈന്റ് പറയരുത്. പറഞ്ഞു കേട്ടല്ലോ? ഓക്കെ. എന്താ പോകുന്നില്ലേ? ആ കമ്പ്യൂട്ടറുകാരെ നോക്കിയിരിക്കുക.
ബില്ല് എമൗണ്ട് പറഞ്ഞിരുന്നെങ്കിൽ ചെക്ക് തന്നിട്ട് പോകായിരുന്നു. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് സമയം കഴിഞ്ഞു. എല്ലായിടത്തും പെട്ടെന്ന് വാ. ഇത് അങ്കിളിന്റെ വീടായിരുന്നാ? നിത്യ വിളിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇവിടുന്ന് ഒരു പെൺകുട്ടി വിളിച്ചിരുന്നു. നിത്യ ആയിരിക്കുമല്ലോ അല്ലേ? ആന്റി, സിസ്റ്റർ എവിടെ വെക്കണ്ടേ? മോളില്. വന്നേ വന്നേ. എല്ലാം പെട്ടെന്നോട്ട് കണത്തി. പോ. അങ്കിളിനോട് സംസാരിച്ചപ്പോൾ ഒരു അബദ്ധം പറ്റി. ഒന്നും അറിഞ്ഞോത്തോടെ നിന്നാൽ മതി. ഐ വിൽ മാനേജ്. വാട്ട് എ സർപ്രൈസ്! ഈ നിത്യയാണ് ഫോൺ ചെയ്യാൻ നിത്യെന്ന് എനിക്ക് മനസ്സിലായേ ഇല്ല. നിത്യക്ക് ഇനിയും എന്നെ മനസ്സിലായില്ല. ഞാനാ നിത്യയുടെ പഴയ കിട്ടു. യോഗ സെന്റർ വെച്ച് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായില്ല ഈ നിത്യയാണ് കളിക്കൂട്ടുകാരായ ആ നിത്യയെന്ന്. പിന്നെ ബാങ്കിൽ വെച്ച് അങ്കിളിനെ കണ്ടപ്പോഴാ എനിക്ക് നിത്യയെ മനസ്സിലായി. നിത്യക്ക് ഓർമ്മയുണ്ടോ നമ്മൾ പണ്ട് സ്കൂൾ വാനിൽ പോയതും മറ്റും? അതേ ഓവർ ആക്കണ്ട, അച്ഛനെ മനസ്സിലാവുന്നുണ്ട്. ആദ്യം നീ അത് ശരിയാക്കാൻ നോക്ക്. പിന്നെ ഓർക്കാം സ്കൂളിൽ വാനി പോയതും കളിച്ചു നോക്കി. ഓക്കെ കേട്ടോ? ഓക്കെ. കണക്ഷൻ കൊടുത്താ? അവൻ്റെ ഒരു കണക്ഷൻ എല്ലാം കറക്റ്റ് കൊടുത്തല്ലോ. നിത്യ, എല്ലാ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യട്ടെ? നീ കൂടുതലൊന്നും ഇൻസ്റ്റാൾ ചെയ്യണ്ട, അതൊക്കെ അവക്കറിയാം. അയ്യടാ. ഓക്കെ, വോയിസ് ഇട്ടിട്ടുണ്ട്. ആ അങ്കിൾ, ക്യാഷ് റെഡി ഇല്ലെങ്കിൽ ഞാൻ പിന്നീട് വീണ്ടും വരാം. നീ പിന്നീട് വീണ്ടും വരണ്ട. ക്യാഷ് ഇപ്പം തന്നെ ഒന്നാക്കാം കേട്ടോ. എവിടാ കുടുങ്ങിയത്? ദാ ആ കാണുന്ന ഐലൻഡിലെ മരത്തിലാണ് സാർ. ഐലൻഡാണോ? അവരെന്തിനാ അവിടെ പോയത്? എനിക്കിപ്പോ പൂ പറിക്കാൻ. പൂ പറിക്കാനോ? ആ ഉണങ്ങിയ മരത്തിലോ? സാറേ, അതല്ലല്ലോ ഇപ്പൊ വിഷയം. അവരെ എങ്ങനെയാ ഒന്ന് രക്ഷപ്പെടുത്തേണ്ടത്? ഇപ്പോഴാ മുതൽ അവിടെ തന്നെ നിൽക്കുക. മുതലയും ഉണ്ടോ? മുതലേ നമുക്ക് വെടിവെച്ചാലോ? ഞാനൊന്ന് SP വിളിച്ചോട്ടെ. ഈ ഫയർഫോഴ്സോടെ വരട്ടെന്ന SP പറയുന്നത്. ഇവിടെ ഒരു ബോട്ടോ വള്ളമോ വല്ലതും കിട്ടുമോ? ഇവിടെ ഒരു ബോട്ട് ഉണ്ടായിരുന്നല്ലോ, അതെവിടെയാ? അത് പഴയതാണല്ലോ സാർ. 5-8 വർഷമായി വെള്ളത്തിലിറക്കിയിട്ട്. അത് സാരമില്ല, അതൊരു ബോട്ടാണല്ലോ. ബോട്ടാണ്? എവിടെ ഇട്ടിരിക്കുന്നത്? അത് ആ ഷെഡിലുണ്ട്. ഒരു ബോട്ട് കെട്ടി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. വരൂ. കമോൺ. ഇത് കുഴപ്പമില്ലല്ലോ. കുറച്ച് പെയിന്റ് പോയിട്ടുള്ളതല്ലേ ഉള്ളൂ. നല്ല കണ്ടീഷനാ. ഇത് മതി. അതെ, നിങ്ങളിങ്ങനെ വന്നേ. ഒന്ന് ഓടി വാടോ. പിന്നെ ഇതിനൊന്ന് തള്ളി വെള്ളത്തിലോട്ട് ഇറക്കണം. അതെ, നമ്മുടെ സ്റ്റോറിൽ വല്ല ഉരുളൻ തടിയോ അങ്ങനെ വല്ലതും ഉണ്ടോന്ന് നോക്കിയേ. വരൂ, നമുക്ക് ഈ ബോട്ടിൽ കയറി അങ്ങോട്ട് ചെല്ലാം. അല്ല DFO, ഈ മുതലയുടെ സൈക്കോളജി എങ്ങനെയാ? നമ്മൾ വല്ല പാട്ടിയോ മറ്റോ വെച്ച് തട്ടി ശബ്ദം ഉണ്ടാക്കിയ അത് പിന്മാറും. അത് പിന്നെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. പറ്റൂ. എന്താണോ സർ? ദേ വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടാവും ഇവിടെ. ഏത് മരത്തിലാ കുടുങ്ങിയത്? അതാണ് മരം. ഓഹോ, വന്നേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒരു മുതല അവിടെ കിടപ്പുണ്ട്. മുതലേ? അല്ല, അത് കുഴപ്പമില്ല. നിങ്ങളിൽ വാട്ടർ ടിക്കി ഉണ്ടല്ലോ, അതിറക്കണം. നമുക്ക് വലിയ വെടിവെച്ച് വിരട്ടിയോ പാട്ട കൊട്ടി ശബ്ദം ഉണ്ടാക്കിയോ അതിനെ ഓടിക്കാം. വാട്ടർ ടിങ്കിയാ? ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് പോലുമില്ല, പിന്നല്ലേ ഞങ്ങളുടെ അടുത്ത്. പിന്നെന്തിനാ വലിയ ലാറിയും കൊണ്ടിങ്ങോട്ട് പോകുന്നത്? ലോറി അല്ല, എഞ്ചിൻ. എഞ്ചിൻ കൊണ്ടുവന്നതിന് പല ഉദ്ദേശങ്ങളും കാണും. വിളിച്ചപ്പോ പറഞ്ഞില്ലല്ലോ വെള്ളത്തിന് നടക്കണമെന്ന്. ഇപ്പൊ നമ്മള് കുറ്റക്കാരായി. മരത്തിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനായിട്ട് ഇതാ റോപ്പുണ്ട്, കട്ടറുണ്ട്, വണ്ടിയിൽ ലാഡറുണ്ട്. അപ്പൊ വാട്ടർ ടിങ്കി ഇല്ല? ഇല്ല. ഇല്ല. ഇല്ല.
കയറ് കൊണ്ടൊരു കുരുക്കിട്ട് മുതലയെ കുടുക്കിയാലോ? ശരിയാവൂല. യെസ്, വലയിട്ട് പിടിക്കാം. പക്ഷേ മുതലയുടെ അടുത്തോട്ട് എങ്ങനെ എത്തും? മുതലയുടെ അടുത്തോട്ട് പോണ്ട, അവനെ ഇങ്ങോട്ട് വരുത്താം. ഒരു വാർപ്പ് സംഘടിപ്പിക്കണം. നല്ല ഫ്രഷ് മീൻ കൊണ്ടുവന്ന് മുതലയ്ക്ക് ഇട്ടു കൊടുക്കണം. അതും അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ. വലിയൊരു വീശു വല വേണം. മീൻ ഇട്ടുകൊടുത്ത് മുതലയെ വലയുടെ അടുത്തേക്ക് ആകർഷിക്കണം. മീൻ കഴിച്ച് ആഹ്ലാദിച്ച് മുതല ഇങ്ങനെ വരും. അപ്പൊ തന്നെ വല വീശണം. വല വീശ്! വലയ്ക്കുള്ളിൽ കിടന്ന് മുതല ഇങ്ങനെ പിടയ്ക്കും. സാഹസികമായി മുതലയെ കീഴടക്കി അവരെ രക്ഷിച്ചത് ഞാനാണെന്ന് ലോകം മുഴുവനും അറിയും. പ്രമോഷൻ ഉറപ്പ്. സാർ ചാനലുകാർ വന്നിട്ടുണ്ട്. ചാനലുകാർ വന്നോ? ഓ, ഈ ചാനലുകാരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. അവരിവിടെയും വന്നോ? താൻ വയ്ക്കോ, അവരെ ഞാൻ ഡീൽ ചെയ്തോളാം. ശരി ശരി ശരി. ക്യാമറ കൊണ്ടുവന്നില്ലേ? ക്യാമറ ഒക്കെ ഉള്ളിലുണ്ട്. എന്തായി സാർ കാര്യങ്ങൾ? എല്ലാം ഓക്കെയാണ്. സാറ് പറഞ്ഞിട്ടാ ഞാൻ ഈ ലൈവ് സെറ്റപ്പുമായി കാട്ടി വന്ന് നിൽക്കുന്നത്. ഞാൻ വിളിച്ചിട്ടാണ് നിങ്ങൾ വന്നതെന്ന് ആരോടും പറഞ്ഞേക്കല്ലേ. എന്തെങ്കിലും നടക്കുമല്ലോ സാറേ? നടക്കുമെന്ന് നിങ്ങൾ ധൈര്യമായിട്ട് ലൈവ് തുടങ്ങിയോ? എന്റെ ഐഡിയാസ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. കുറച്ച് സാധനങ്ങൾ കൂടി വരാനുണ്ട്. നിങ്ങൾ തുടങ്ങിയോ? എന്നാ ശരി സാർ. പിന്നെ അതെ, എന്നെ നന്നായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്തേക്കണം കേട്ടാ. അത് ഞാൻ ഏറ്റു സാർ. ഓക്കെ ഓക്കെ. കോൺസ്റ്റബിൾ